ആക്രമണങ്ങളിൽ പരിക്കേറ്റ് മുറിവുണങ്ങാത്ത ശരീരങ്ങളുമായി ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ ദിവസങ്ങളായുള്ള വിശപ്പ് സഹിച്ച് ഉണങ്ങിയ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി തെരുവിൽ കാത്തു നിൽക്കുന്ന തീയങ്ങളുടെ കാഴ്ച മനസാക്ഷിയുടെ ഒരു തരിമ്പെങ്കിലും ഉള്ളിൽ അവശേഷിക്കുന്നവർക്ക് കണ്ടു നീക്കാനാവില്ല. എന്നാൽ അത്തരം ദയനീയ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് പോലും വെടിയുണ്ടകളും ബോംബുകളും പായിച്ച് ആ കുരുന്നുകളെ നിർദ്ദയം കൊലപ്പെടുത്താൻ ചില ശക്തികൾക്ക് സാധിക്കും. ആ പ്രവൃത്തിയുടെ പേരാണ് വംശഹത്യ. ലക്ഷ്യം അവരുടെ വേരുകളെ നാമാവശേഷമാക്കുക എന്നതാണ്. തലമുറയിൽ ആരും ബാക്കിയാകാത്ത വിധം കുരുന്നു കുഞ്ഞുങ്ങളെ പോലും ചുട്ടുചാമ്പലാക്കുക. ഗാസയിൽ നടക്കുന്നത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലെന്നും ഏകപക്ഷീയമായ അക്രമമാണെന്നും അതിക്രൂരമായ വംശഹത്യാ പദ്ധതിയുടെ ഭാഗമാണെന്നും നിരവധി പേർ ഇതിനകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയും അത് ലോകത്തോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഒരു രാജ്യത്തെയും സവിശേഷമായ ഒരു മതവിഭാഗത്തെയും ചൂട് നശിപ്പിക്കാനുള്ള വംശഹത്യാ പദ്ധതിയാണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത്. ഇത് വ്യക്തമാക്കുന്ന 72 പേജുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട് മണിക്കൂറുകളിലും ഗസയിൽ പൊഴിഞ്ഞത് 70ഓളം ജീവനുകളാണ്. ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ആരംഭിച്ച ശക്തമായ കരയുദ്ധം അവശേഷിക്കുന്ന മനുഷ്യരെ കൂടി ഉന്മൂലനം ചെയ്ത് മുന്നേറുകയാണ്. ഒറ്റ രാത്രി ഗാസ സിറ്റിയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് 91 പേരെ, പലായനം ചെയ്തത് ആയിരക്കണക്കിന് പേർ. നാസി ജർമ്മനിയിൽ നടപ്പിലാക്കപ്പെട്ട ജൂത വംശഹത്യയ്ക്ക് ശേഷം 1948 നടന്ന UN വംശഹത്യാ കൺവെൻഷൻ പ്രകാരം ഒരു ആക്രമണത്തെ വംശഹത്യയായി കണക്കാക്കാൻ 5 മാനദണ്ഡങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണമെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് വംശഹത്യയായിരിക്കും. എന്നാൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് തെളിയിക്കുന്ന 5ൽ 4 ഘടകങ്ങൾ ഉണ്ടെന്നാണ് യുഎന്നിന്റെ ഭാഗമായ മനുഷ്യാവകാശ കൗൺസിലിന്റെ കണ്ടെത്തൽ. കൊലപാതകം തന്നെയാണ് ആദ്യത്തെ ഘടകം. 2025 ജൂലൈ 15 വരെ ഗസയിൽ കൊല്ലപ്പെട്ടവരിൽ 46% സ്ത്രീകളും കുട്ടികളുമാണ്. കൊല്ലപ്പെട്ടവരിൽ 83% സാധാരണക്കാരാണ്. സുരക്ഷിത മേഖലകളെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോലും ആളുകൾ കൊല്ലപ്പെടുന്നു. എന്തിനേറെ വീടുകൾക്കകത്ത് കഴിഞ്ഞവരും ആശുപത്രിയിൽ ചികിത്സ തേടിയവരും അഭയം പ്രാപിച്ച് ഷെൽട്ടറിൽ എത്തിയവർ പോലും കൊല്ലപ്പെടുകയുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാധാരണക്കാരെ പോലെ തന്നെ മാധ്യമ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങിയവരെയും ഇസ്രായേൽ ലക്ഷ്യമിട്ട് കൊല്ലുകയായിരുന്നു. ഈ റിപ്പോർട്ടിലൂടെ വളരെ വ്യക്തമായി നമുക്കറിയാം. ഗുരുതരമായ ശാരീരിക മാനസിക ഉപദ്രവങ്ങളാണ് മറ്റൊരു ഘടകം. പലസ്തീൻ തടവുകാരോട് ഇസ്രായേൽ സേന കാണിച്ച മോശം പെരുമാറ്റത്തെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂട്ടപലായനത്തിന്റെ ഭീകരതയെ വിവരിക്കുന്നുണ്ട്. ഇവ രണ്ടും ഗസക്കാരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിച്ചെന്നും സ്വന്തം വീട് വിട്ട് മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് മൂന്നാമത്തെ ഘടകം. ആക്രമണത്തിൽ ആളുകൾ മരിക്കുമെന്നോ ഗുരുതര പരിക്കുകൾ സംഭവിക്കുമെന്നോ അറിഞ്ഞുകൊണ്ടുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഗാസയുടെ ഏകദേശം മുഴുവൻ ഭാഗവും ഫലത്തിൽ വാസയോഗ്യമല്ലാതായി മാറിയിട്ടുണ്ട്. ബേക്കറികൾ, സ്കൂളുകൾ, സാംസ്കാരിക സ്ഥലങ്ങൾ, മതപരമായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായി നശിപ്പിച്ചതും ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണം ആരോഗ്യ സംവിധാനത്തെ തകിടം മറിച്ചതും കരുതിക്കൂട്ടിയുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾ കഴിഞ്ഞ് യമനിലെ ഹൊദൈദ തുറമുഖം ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന നടപടിയാണ്. നാലാമത്തെ വംശഹത്യാ ഘടകമായി റിപ്പോർട്ടിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് ഈ നടപടിയെയാണ്. ജനനം തടയാൻ ഉദ്ദേശിച്ചുള്ള നടപടിയായിരുന്നു അത്. ഗാസയിലെ ഏറ്റവും വലിയ വന്ധ്യതാ ക്ലിനിക്കായ അൽവാസ്ന IVF ക്ലിനിക്കിൽ 2023 ഡിസംബറിൽ നടന്ന ആക്രമണത്തിൽ 4000-ഓളം ഭ്രൂണങ്ങളും 1000-ഓളം സ്പേം സാമ്പിളുകളും ബീജസങ്കലനം ചെയ്യാത്ത അണ്ഡങ്ങളുമാണ് നശിച്ചത്. ഈ ക്ലിനിക്കിനെ കുറിച്ച് ഇസ്രായേൽ സൈന്യത്തിന് അറിയാമായിരുന്നു. അത് മനസ്സിലാക്കി തന്നെ നടത്തിയ ആക്രമണമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതായത് ഒരു ദേശത്തെയോ സമുദായത്തെയോ ഇല്ലാതാക്കണമെങ്കിൽ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കിയാൽ മതിയെന്ന കൃത്യമായ ബോധ്യം ഇസ്രായേലിനുണ്ടായിരുന്നു. നിരവധി മനുഷ്യാവകാശ സംഘടനകളും മാധ്യമങ്ങളും ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ യുഎന്നിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും തെളിവുകളോടെ നിരത്തിയിരിക്കുന്നത്. നെതന്യാഹുവിന്റെയും മറ്റു പ്രസ്താവനകൾ, ഇരകളുടെയും സാക്ഷികളുടെയും മൊഴികൾ, ഡോക്ടർമാരുടെ അഭിമുഖങ്ങൾ, പലതരം ഓപ്പൺ സോഴ്സ് ഡോക്യുമെന്റുകൾ, മാധ്യമങ്ങളുടെയും എൻജിഒകളുടെയും റിപ്പോർട്ടുകൾ, യുദ്ധം തുടങ്ങിയത് മുതലുള്ള സാറ്റലൈറ്റ് ഇമേജുകൾ തുടങ്ങിയവയെല്ലാം പരിശോധിച്ച ശേഷമാണ്
UN കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. കൂട്ടക്കൊലപാതകത്തിന് കാരണമാകുന്ന യുദ്ധരീതിയാണ് സ്വീകരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആ യുദ്ധരീതി മാറ്റാൻ തയ്യാറാകാതിരുന്ന ഇസ്രായേലിന്റെ സമീപനത്തെയും UN തുറന്നു കാട്ടുന്നുണ്ട്. ലോകത്തിന്റെ കൺമുന്നിൽ വെച്ച് ഒരു നാടും ആ മണ്ണിൽ തലമുറകളായി അധിവസിക്കുന്ന ഒരു ജനതയും വംശഹത്യയിലൂടെ കുളച്ചു മാറ്റപ്പെടുമ്പോഴും ആ ആക്രമണത്തിന് പിന്തുണ നൽകുന്ന മറ്റു രാജ്യങ്ങളും ഭരണാധികാരികളും ഉണ്ടാകുന്നു എന്നതുകൂടിയാണ് നമ്മെ വളരെയേറെ ഭയപ്പെടുത്തുന്നത്.